महाकाय भूषणप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। ओम श्री महागणपतये नमः। श्री पार्वती परमेश्वराय नमः। என்னோட பேர் சந்திரசேகர சர்வனாக. ஸ்ரீ பட்டாரகுல மகாகணபதி க்ஷேத்திரத்திൻ്റെ തിരുമേനിയാകും. ഇന്ന് അക്ഷയ തൃതീയ ഉണ്ട്. ரொம்ப വിശേഷமான ദിവസം. வருஷത്തിന് வர ഈ മേടമാസത്തിൻ്റെ അക്ഷയ തൃതീയங்கிறது ரொம்ப ஒரு விசேஷமான ദിവസമാകും. ഈ ദിവസത്തിൽ നാം ഏത് നന്മ കാര്യങ്ങൾ നടത്തിനാലും ഈ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത്, 4 പേർക്ക് നന്മ ചെയ്യുന്നത്, അന്നദാനം ചെയ്യുന്നത്, ബാക്കി ഭഗവാനെ வந்து തൊഴുന്നത്, ഈ ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾ ഹോമങ്ങളാக நடத்தி பக்தஜனங்கள்லாம் வந்து கலந்து கொண்டது ரொம்ப விசேஷமானது. நம்மளுடைய பிரார்த்தனைகள் எதுவாக இருந்தாலும், குறைகள், எந்த சங்கடங்கள், விக்னங்கள் எதுவாக இருந்தாலும் தெய்வத்தை நம்ம ഈ ദിവസத்தில் வந்து பிரார்த்தித்து தொழுது கொண்டு வழிபாடு நடத்தி கொண்டு போகிற ശേഷം ഭഗവാനുடைய അനുഗ്രഹം പരിപൂർണമായിട്ട് ഈ ക്ഷേത്രം நம்ம കൊല്ലത്തിൻ്റെ ചിന്നക്കടയിൽ ശ്രീ ഉമാമഹേശ്വര അമ്പലം ഈ അമ്പലത്തിൻ്റെ പേരാക്കും. അപ്പോൾ ഈ അമ്പലത്തിൽ வந்து ഈ திருமணமாகாதவங்கெல்லாம் விவாகத்துக்கு വേണ്ടി സ്വയംവര പാർവതി അർച്ചനെല്ലാം വഴിപാട് നടത്തിക്കൊണ്ട് വന്ന ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടി വിവാഹം നടക്കുന്നവർക്ക് എല്ലാവർക്കും നടക്കും. എൻ്റെ പേര് ബിജു എന്നാണ്. ഞാൻ താമസിക്കുന്ന തേവള്ളിയിലാണ്. ഞാനിപ്പോൾ ഈ ക്ഷേത്രത്തിൽ വന്നപ്പോൾ എൻ്റെ ഒരു ആദ്യമായ ആഗ്രഹം കൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്, ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ. ഞാനൊരു 8-9 വർഷത്തിനകത്താണെന്ന് തോന്നുന്നു ഒരിക്കൽ ഇവിടെ വന്നപ്പോൾ, ബൈ ചാൻസിൽ വന്നപ്പോൾ ഇവിടെ ആൾ നിൽക്കുന്നത്. ഞാനൊരു ഭക്തനാണ്. അപ്പോൾ ഈ അമ്പലത്തിൽ കയറിയപ്പോൾ ഇങ്ങനെ ഒരു ലോക്കറ്റ് ഉണ്ടെന്നും, അപ്പോൾ അക്ഷയതൃതീയ അനുഭവം നമ്മൾ കേട്ടിട്ടുണ്ട്, സ്വർണ്ണ കടക്കാട് പരസ്യമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു വിശ്വാസം കൊണ്ടായിരിക്കാം ഞാനൊരു ഗോൾഡ് കോയിനും ഒരു സിൽവർ കോയിനും വാങ്ങിച്ചു. സിൽവറല്ല, നാണയത്തിൻ്റെ ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി. ആ വർഷം അവസാനം ആയപ്പോഴത്തേക്ക് തന്നെ അടുത്ത വർഷത്തെ അക്ഷയതൃതീയ വന്നപ്പോൾ തന്നെ ഞാനൊന്ന് വിലയിരുത്തി നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഫീൽ ചെയ്തു. കുറച്ച് സ്വർണ്ണം മേടിക്കാനും അതിൻ്റെ ക്രയവിക്രയം ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരം കിട്ടി. മാത്രമല്ല സാമ്പത്തികമായിട്ട് തന്നെ എനിക്ക് ഒരുപാട് കാശുകൾ വിനിയോഗിക്കാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടായി. അപ്പോൾ അത് മുൻകാല വർഷങ്ങളെക്കാൾ ഞാനൊരു ബിസിനസ്സുകാരനാണ്. മുൻകാല വർഷങ്ങളെക്കാളൊക്കെ വളരെ കൂടുതലായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത വർഷവും ഞാനിത് വാങ്ങിച്ചു. അപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ ഒരു വെച്ചിട്ട് ഞാൻ 2 കോയിൻ മേടിച്ചു. 2 കോയിൻ മേടിച്ചിട്ട് ഒന്ന് എൻ്റെ വീട്ടിലും വെച്ചു, ഒന്ന് എൻ്റെ പേഴ്സിലും വെച്ചു. അത്ഭുതകരമായിട്ടുള്ള ഒരു വ്യത്യാസം എനിക്ക് ബിസിനസ്സിലും എല്ലാം ഉണ്ടായി. അങ്ങനെ തുടർച്ചയായി ഞാൻ 6, 7, 8 വർഷമായി. ഇതിനൊരു വ്യത്യാസം പറയാൻ, കഴിഞ്ഞ ഒരു വർഷം ഞാൻ വന്നപ്പോൾ താമസിച്ച് പോയതോ എങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് പത്രത്തിൽ പരസ്യം വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും. അപ്പോൾ തന്നെ ഞാൻ ഇവിടെ വിളിച്ച് ഫോണിൽ കൂടെ ബുക്ക് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വർഷം എങ്ങനെയോ അത് എൻ്റെ മിസ്സായി പോയി. ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ ഗോൾഡ് കോയിൻ കിട്ടിയില്ല. ആ ഗോൾഡ് കോയിൻ കിട്ടാത്തതിൻ്റെ കൊണ്ട് എൻ്റെ വിശ്വാസം എനിക്ക് സ്വർണ്ണത്തിന് മേടിക്കാനോ അല്ലെങ്കിൽ അതൊരു ക്രയവിക്രയം ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഞാൻ മറ്റേ കോയിൻ മേടിച്ചു. ആ കോയിൻ വെച്ചിട്ട് എനിക്ക് സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ പഴയതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ കിട്ടി. ഒരുപാട് പൈസ കൈകാര്യം ചെയ്യാനും ഒക്കെ ഉള്ള അവസരം കിട്ടി. മാത്രമല്ല ഈ ആദ്യത്തെ ഒരു വർഷത്തിൽ ആ ഒരു വ്യത്യാസം വന്നപ്പോൾ തന്നെ ഞാനിത് എൻ്റെ ബിസിനസ് സ്ഥാപനത്തിലേക്കും ഒരു കോയിൻ മേടിച്ച് കൊണ്ടുവച്ചു. എനിക്ക് നല്ല മാറ്റം, അത് നല്ല മാറ്റമെന്ന് പറയാനല്ല, എനിക്കത് ഫീൽ ചെയ്തു. ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്തു. അതുകൊണ്ട് ഇന്നും ഞാൻ ഇവിടെ വാങ്ങിക്കാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പത്രത്തിൽ 2-3 ദിവസം കൊണ്ട് സ്വർണ്ണക്കടക്കാരുടെ പരസ്യം വരുന്ന അക്ഷയതൃതീയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പരസ്യം കണ്ടില്ല. അപ്പോൾ ഞാനിന്ന് ജോലിക്ക് പോയിട്ട് അവിടെ ഇരുന്നപ്പോൾ എനിക്കൊരു ഉറപ്പില്ല ഇത് കാണാൻ മിസ്സായി പോകുമെന്നുള്ളത്. അപ്പോൾ 2-3 ദിവസം സ്വർണ്ണക്കടക്കാർക്ക് പറഞ്ഞു. അങ്ങനെ ഈ ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ അവിടെ തിരിച്ച് ഇവിടെ വന്ന് റോഡിൽ വന്നപ്പോൾ തന്നെ ഇവിടെ അന്നദാനം നടക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇന്നായിരിക്കും എന്ന്. എന്തായാലും കയറിയപ്പോൾ അല്ല, നാളെയാണ്. ഞാൻ പതിവ് പോലെ തന്നെ ഗോൾഡ് കോയിനും അതുപോലെ മറ്റേ കോയിനും ഞാൻ മേടിച്ചു. എനിക്ക് എൻ്റെ പേഴ്സ് വെക്കാൻ, എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഭാര്യയുടെ പേഴ്സ് വെക്കാൻ, എൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം വെക്കാൻ. അത് തുടർച്ചയായി ഇത്രയും വർഷം ചെയ്യുന്നത് എൻ്റെ ഒരു വിശ്വാസവും എനിക്കതിനകത്തൊരു നേട്ടം ഉണ്ടായെന്ന് എനിക്ക് ഉത്തമ ബോധ്യം ഉണ്ടായത് മാത്രമാണ്. ഞാനിപ്പോൾ ഇത് ഇവിടുത്തെ ഭാരവാഹി പറഞ്ഞുകൊണ്ട് എൻ്റെ അനുഭവം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ഇതൊന്നും ക്യാമറയ്ക്ക് മുന്നിൽ പറയാമെന്ന് ചോദിച്ചു. ഞാൻ ഒരു മടിയും കാണിക്കാതെ ഇത് പറയണം. എൻ്റെ അനുഭവം പറയുന്നതിന് എനിക്ക് ഒരു ഇതുമില്ലല്ലോ. അതുകൊണ്ട് ഇത് ഒന്നിനും ഞാൻ ഒരു പ്രൊമോഷൻ ഒന്നുമല്ല, എൻ്റെ സത്യസന്ധമായ അനുഭവം പറയാം. എൻ്റെ പേര് ബിജു എന്നാണ്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്, കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത്. എൻ്റെ ഒരു അഭിപ്രായം പറയാം. നിങ്ങളും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒറ്റത്തവണ അതിനൊരു വ്യത്യാസം നിങ്ങൾക്ക് വരുന്നുണ്ടോ നോക്കുക. അതനുസരിച്ചിട്ട് നിങ്ങൾക്കും അത് തുടർന്ന് ചെയ്യാവുന്നതാണ്. നമസ്കാരം. Good afternoon, ladies and gentlemen. Namaskar. Welcome to Bab's Swaminarayan Mandir in Abu Dhabi, capital of United Arab Emirates. This is indeed one of the largest temple built in West Asia. It's officially open from 1st of March for visitors. Would you like to come
please contact Connect World for special rates and packages. Dhanyavad. So, ladies and gentlemen, Namaskar. Welcome to Babs Swaminarayan Mandir in Abu Dhabi, capital of United Arab Emirates. This is one of the largest temples built in West Asia. Would you like to visit here? For special rates and packages, contact Connect World. Dhanyavad. Namaskar. Vanakkam. Welcome to Babs Swaminarayan Mandir based in Abu Dhabi, capital of United Arab Emirates. This is one of the largest temples built in West Asia. Would you like to visit here? Please contact Connect World for special packages and rates. Thank you. परमेश्वरा जगदीश्वरा पर्वतनन्दिनी परमेश्वरा जगदीश्वरा പാടി വരുന്ന ഞങ്ങളുടെ പാപമെല്ലാം തീരണേ പാടി വരുന്ന ഞങ്ങളുടെ പാപമെല്ലാം തീരണേ പർവതനന്ദിനി പരമേശ്വര ജഗദീശ്വര പങ്കിടും ശിവപാ